അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമുക്ക് ടാറോയോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 6 കാർഡ് സ്പ്രെഡ് വെക്കാം. നമുക്ക് എന്താണ് ടാരോ പറയുന്നതെന്ന് നോക്കാം. നിങ്ങളും അവരിലും തമ്മിലുള്ള ബന്ധം ചോദിച്ചപ്പോൾ ഈ സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. അപ്പം അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്താണെന്നൊക്കെ നമുക്ക് ഈ സ്പ്രെഡിലൂടെ കണ്ടുപിടിക്കാം. നിങ്ങളിലേക്ക് വരണോ എന്ന് അവർ ആലോചിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആങ്സൈറ്റി, ടെൻഷൻ ഒക്കെ ഉള്ളതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. സോഴ്സിന്റെ കാർഡ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊന്ന് സോൾവ് ആവുന്ന ലക്ഷണം ഇപ്പോഴെങ്ങും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഇവർക്ക് ഒത്തിരി സങ്കടപ്പെടുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ വരാൻ ഇഷ്ടമുണ്ട്, പക്ഷെ അവരുടെ പ്രശ്നങ്ങളെ ഓർത്തിട്ട് അവർ വരുന്നില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതിൽ അതീവ ദുഃഖിതരും ആണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പം ആർക്കൊക്കെയോ നീതി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് തരുന്നു. ആ ജസ്റ്റിസ് നിങ്ങൾക്ക് നടപ്പിലാക്കുന്നു. അപ്പം ഈ ബന്ധനത്തിൽ നിന്ന് ചിലര് മോചിതനാകുന്നു. ചിലപ്പം അങ്ങോട്ട് പോയി നിങ്ങൾക്ക് അറ്റാച്ച്മെന്റായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളതാ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീതി, നിങ്ങൾ എന്താവശ്യപ്പെട്ടോ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തയ്യാറാവുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ്. പൈസയുടെ പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നതാണ് ഈ കാർഡ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് അധ്വാനിക്കുന്നൊക്കെ ഉണ്ടാകും, പക്ഷെ പൈസയൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചമായിട്ട് തന്നെ ഒരു പൈസയുടെ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്കും തരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത്ര നാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ പ്രപഞ്ചമായിട്ട് തന്നെ നമ്മളിലേക്ക് ഒരു പൈസയുടെ തുടക്കങ്ങൾ പറഞ്ഞു വിടുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് വന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ കുറച്ച് ഈഗോയും പ്രോബ്ലവും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ അത് മാറി. അപ്പൊ ആ വ്യക്തി നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം, ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും. അതുപോലെ അത്ര കണ്ട് മാറ്റം ഈ ബന്ധത്തിൽ വരുന്നതായിട്ടാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഡെത്തിന്റെ കാർഡ് വരുമ്പം എല്ലാരും പേടിക്കും, അയ്യോ ഡെത്ത് കാർഡ് വന്നല്ലോ. ഡെത്ത് കാർഡ് വരുന്നത് ഡെത്ത് അല്ല, ഡെത്ത് റീബർത്ത് എന്ന് പറഞ്ഞ ഒരു ബട്ടർഫ്ലൈ മാതിരി പല മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതിന് ചെറിയൊരു മാറ്റങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഒരു ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 3 ഓഫ് വാൻസിന്റെ എനർജി പറയുന്നത് ഒരു കുറച്ചുകൂടെ നല്ലതായിട്ട് നല്ല സിറ്റുവേഷൻ ഒക്കെ മാറുവാണെങ്കിൽ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് പോകാൻ ആശിക്കുന്നു. ചിലപ്പം ചില പ്രോബ്ലംസ് കാരണം, നല്ല ജോലി അല്ലാത്തത് കാരണമോ ഒക്കെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നു, അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ആ വ്യക്തിക്ക് ഓഫറുകളൊക്കെ വരാൻ പോകുന്നു. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക്, ഈ റീഡിംഗ് കാണുന്ന വ്യക്തിക്ക് അങ്ങനത്തെ ഓഫറുകളൊക്കെ വരാനും പോയി രക്ഷപ്പെടും എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഗ്രോത്ത് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അടുത്ത കാർഡ് ദ വേൾഡ് എന്ന കാർഡാണ്. ദ വേൾഡ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾ പലവിധ ബൗണ്ടറികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി വന്ന് വിളിച്ചാൽ പോകാതിരിക്കുകയോ വല്ലതും നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ബന്ധം ഒത്തിരി റെസ്ട്രിക്റ്റ് ആയിട്ട് നിന്നു പോകുന്നു എന്നാണ് ഈ വേൾഡ് കാർഡ്
പറയുന്നത്. അതിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി ആവുന്നതാണ് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരണമെന്നൊന്നും നിങ്ങൾ ആശിക്കുന്നില്ല. അപ്പം ഇപ്പം ആ വ്യക്തി വരാത്തത് മൂലം ഈ വ്യക്തിക്ക് അതീവ ദുഃഖമുണ്ട്. പക്ഷെ ആ വ്യക്തി ആ സിറ്റുവേഷനിൽ ഹാപ്പി ആയതുകൊണ്ട് ആ വ്യക്തി അവിടെ കണ്ടിന്യൂ ആകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു മേജർ ആർക്കാനെക്കാളിലെ പോസിറ്റീവ് കാർഡ് ആയതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകാനൊക്കെ താല്പര്യം കാണിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറഞ്ഞു തന്നത്. ഓൾ ഓവർ ആയിട്ട് ആദ്യത്തെ കാർഡ് ഒഴികെ ബാക്കി എല്ലാം സ്പ്രെഡ് നല്ല സ്പ്രെഡാ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചതിയുടെ കാർഡാണ്. അപ്പൊ ഈ ബന്ധത്തിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൽ ആരൊക്കെ ചതിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ചതിക്കപ്പെട്ട് ഉപേക്ഷിച്ചു പോയവർ ഒക്കെ ഉണ്ട്. അപ്പം ചിലപ്പം ആദ്യത്തെ ഒരു കാർഡിന്റെ ഒരു ആൻസർ ആയിട്ടായിരിക്കും ആ കാർഡ് ഈ കാർഡുമായിട്ടാണ് മാച്ച് ആവുന്നത്. മറ്റേ എല്ലാം പോസിറ്റീവ് കാർഡാണ്. അപ്പം നമുക്ക് ആ ഒരു വ്യക്തി ചതിച്ചു പോയിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഈ റീഡിങ് കാണുന്ന വ്യക്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി, ഇത് രണ്ടിലൊരാൾ ചതിച്ചിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയ ഒരു എനർജി വരുന്നുണ്ട്. അപ്പം അതോർത്തിട്ടായിരിക്കും ഈ വ്യക്തി ഒത്തിരി സങ്കടപ്പെടുന്നതും എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അതീവമായിട്ട് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ വ്യക്തി ഒരു ചതി നടത്തി. ഇൻ കേസ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടിയിലായിരിക്കും പോയത്, ഇല്ല എങ്കിൽ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു പോയിരിക്കും. അപ്പൊ അതിൽ നിന്ന് പോയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പം ഈ കാർഡും ജസ്റ്റിസും നോക്കുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചതി സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവിടെ യൂണിവേഴ്സിന്റെ പ്രവർത്തനം നല്ലതായിട്ടുണ്ടാകുന്നു, നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും റിസണേറ്റ് ആയവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇന്നത്തെ റീഡിങ് ഇതായിരുന്നു. ഓൾ ഓവർ ആയിട്ട് വന്ന സ്പ്രെഡ് ഇതായിരുന്നു. ഇത് റെസണേറ്റ് ആയെന്ന് കരുതുന്നു.